റിപ്പോർട്ടൊക്കെ എടുത്തല്ലോ? എടുത്തു. ഞാൻ നോക്കണ്ടല്ലോ? വേണ്ട. നോക്കിട്ടില്ല. മോർണിംഗ് സാർ. ഞാൻ ഹരി സാറിനെ വിളിച്ച് നോക്കിയിട്ടാണ് വീട് കണ്ടു. താനല്ല ഇവിടെ? ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു. എന്തൊരു സാർ? താൻ വാ. ഇരിക്ക്. രാഷേ, വീട്ടിൽ വന്ന് എന്നെ കണ്ട് സോപ്പിടാനുള്ള പരിപാടിയാണെങ്കിൽ അത് വേണ്ട. എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന സമയമുണ്ടെങ്കിലേ താൻ പോയി കാശുണ്ടാക്കാൻ നോക്ക്. എന്നെക്കൊണ്ട് പറ്റാവുന്ന മാക്സിമം അളവ് ഞാൻ എനിക്ക് തന്നു കഴിഞ്ഞു. 1 മാസം എന്ന് പറഞ്ഞാൽ 1 മാസം. അതിനപ്പുറം 1 ദിവസം കടന്നു പോയാൽ ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യും. വേറെ എന്തെങ്കിലും പറയണ്ടോ? എന്നാ പോയിക്കാം. അരുൺ ഒപ്പി ടിക്കറ്റ് എടുത്തായിരുന്നോ? ആ. പിന്നെ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? പറഞ്ഞിട്ടില്ലേ, നമ്മളൊന്നിച്ച് കോളേജിൽ പഠിച്ചാണ് സാർ. വിനയുടെ കോളേജിൽ എല്ലാ ഫ്രണ്ട്സിനെ എനിക്കറിയാലോ, പക്ഷെ രാഷ്ട്രീയ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ കോളേജിൽ പകുതിയിൽ ഡ്രോപ്പ് ആയി സാർ, അതാണ്. എന്തായാലും സാറിൻ്റെ വൈഫാണ് വിനയം എന്ന് അറിഞ്ഞ സന്തോഷം. അല്ല, ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഇനി എന്നെ സ്വാധീനിക്കാൻ നോക്കണ്ട. കുടുംബം വേറെ, തൊഴിൽ വേറെ. അങ്ങനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ബന്ധമൊന്നുമില്ല സാർ. ഞങ്ങൾ വെറും പരിചയക്കാരാണ്, അല്ലേ വിനയ? സാർ, ഞാൻ വന്നതേ ക്യാഷ് ഉടനെ സെറ്റിലാവും. അതിനുള്ളൊരു വഴി എനിക്ക് ദൈവം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. എന്നാ പോട്ടെ വിനയ, പോട്ടെ. എത്ര മാസമാണ്? 8. സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. എൻ്റെ ഫ്രണ്ട് നല്ല ബെസ്റ്റ് പുള്ളിയാണ്. കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ വരുന്നില്ലേ? എടി, അവൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ അതും ഒത്ത് ടെൻഷൻ അടിക്കാതെ. അമ്മ, അവൻ എന്തോ ഓഫീസിൽ തിരുമറി നടത്തി അരുൺ പിടിച്ചു. ഇനി കാശ് തിരിച്ചടച്ചില്ലെങ്കിൽ അവന്റെ ജോലി പോകുന്ന അരുൺ പറഞ്ഞു. അതെങ്ങാനും സംഭവിച്ചാൽ അവൻ എന്റെ ജീവിതം നശിപ്പിക്കും അമ്മ. മോളെ ജോലി പോണ കാര്യമാണെങ്കിൽ അവൻ ആരെ കൊന്നെങ്കിലും പൈസ അടയ്ക്കും. മോളെ പേടിക്കാതെ. പഴയ കാര്യങ്ങൾ ഞാൻ അരുണോട് പറഞ്ഞിട്ടില്ല എന്ന് അവന് മനസ്സിലായി. ഇനി അവനായിട്ട് എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നതിനെക്കാട്ടിലും ഞാൻ അങ്ങോട്ട് പറയുന്നതല്ലേ അമ്മ ശരി? നീ എല്ലാം പറ. നീ കല്യാണത്തിന് മുമ്പ് അവൻ്റെ കൂടെ ഒളിച്ചോടാൻ പോയെന്നും അലമാരയിൽ നിന്ന് 3 ലക്ഷം രൂപ എടുത്ത് കൊടുത്തത് എല്ലാം പറ. അപ്പൊ അതോടെ തീരുമല്ലോ. ആരുടെ എങ്ങാനും ഇറക്കി വിട്ടാ പിന്നെ ഈ വീട്ടിലേക്ക് വരരുത്.